കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ദശകം 1 ശ്ലോകം 7. കഷ്ടാദേ സൃഷ്ടിചേഷ്ടാ ബഹുതര ഭവഖേദാവഹ ജീവഭാജാ മിഥ്യേവം പൂർവം ആലോചിതമജിതമയാ നൈവ മദ്യാഭിജാനേ നോ ചേജ്ജീവാഃ കഥം വാ മധുരതരമിദം ത്വദ്വപുശ്ഛിദ്രസാർദ്രം നേത്രൈഃ ശ്രോത്രൈശ്ച പീത്വാ പരമരസ സുധാംഭോധിപൂരേ രമേരൻ. ഇനി അതിൻ്റെ അർത്ഥം നോക്കാം. ഹേ അജിത, അങ്ങനെയാണ് ഇതിൽ ഭഗവാനെ വിളിക്കണത്. ഹേ അജിത. അജിതൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ആരാലും ജയിക്കപ്പെടാത്ത ആളെന്നാണ് അർത്ഥം. നോബഡി ക്യാൻ വിൻ ഓവർ, അതാണ് അജിതൻ എന്ന് പറഞ്ഞാൽ. ആർക്കും ജയിക്കാൻ പറ്റില്ല, ഈവൻ മായയ്ക്ക് പോലും. അതിപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിലൊക്കെ പറഞ്ഞുകൊണ്ട് ശരിക്കും അതും കൂടി ഇതിൽ വരുത്താം. എന്താ? ഈവൻ മായയ്ക്ക് പോലും ഭഗവാനെ ജയിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഹേ അജിത. പിന്നെന്താ? തേ സൃഷ്ടിചേഷ്ട കഷ്ട. അങ്ങയുടെ ഈ ലോകം സൃഷ്ടിക്കുക എന്നുള്ള ഒരു ലീല ഉണ്ടല്ലോ, കളി. അങ്ങയുടെ ലോകം സൃഷ്ടിക്കുക എന്നുള്ളൊരു വിനോദം, അങ്ങയുടെ ഒരു വിനോദമാണത്. അപ്പോൾ ഈ ലോകം സൃഷ്ടിക്കുക എന്നുള്ള ഈ വിനോദം ഉണ്ടല്ലോ, സൃഷ്ടിചേഷ്ട പറഞ്ഞാൽ ഈ ലോകം ഉണ്ടാക്കണത്, ആ ഒരു വിനോദം കഷ്ടം തന്നെയാണ്. ഈ ലോകം ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതായത് പറഞ്ഞില്ലേ, മായയെ ഇളക്കി വിട്ടു, എന്നിട്ട് മായെന്ന് പിന്നെ ത്രിഗുണങ്ങളുണ്ടായി ലോകം ഉണ്ടാക്കണ്ട പറഞ്ഞില്ലേ ഭഗവാൻ. ആ ലോകങ്ങൾ ഉണ്ടാക്കണ ആ ഒരു വിനോദം വാസ്തവത്തിൽ ആലോചിച്ചാൽ വളരെ കഷ്ടമാണ്. യതഹ സാ, എന്താച്ചാൽ, യതഹച്ച എന്താച്ചാൽ, എന്താ കാരണം വെച്ചാൽ, സാ ആ സൃഷ്ടികർമ്മ ഉണ്ടല്ലോ, സൃഷ്ടിക്കണ ആ ഒരു പ്രവൃത്തി, അത് ജീവഭാജാം ഈ അനന്തകോടി ജീവന്മാർക്ക് ബഹുതര ഭവഖേദാവഹ, ബഹുതരം പല പ്രകാരത്തിലുള്ള ഈ സംസാര ദുഃഖങ്ങളെ, ബഹുതരം ച പലതരത്തിലുള്ള, ഭവം ച സംസാരമാണ് ഈ മെറ്റീരിയൽ വേൾഡ്, ഈ പലതരത്തിലുള്ള ഈ സംസാര ഖേദം ച ദുഃഖം ആവഹ ഉണ്ടാക്കണു. അങ്ങ് ഈ സൃഷ്ടി കർമ്മം നിർവഹിക്കൊണ്ട് അങ്ങയുടെ ഒരു വിനോദമാണത്. പക്ഷേ അത് വല്ലാത്തൊരു കഷ്ടമാണ്. കാരണം ഈ ലോകത്തിൽ ജനിക്കണ എല്ലാ ജീവികൾക്കും എന്തൊരു കഷ്ടങ്ങളാണ് അനുഭവിക്കേണ്ടി വരണത്. ജനനം കഴിഞ്ഞാൽ പിന്നെ ഓരോ പ്രശ്നങ്ങളായി, അത് കഴിഞ്ഞാൽ മരണഭയമായി, ദണ്ണങ്ങൾ വരികയും മരിക്കുകയും എല്ലാ ജീവികൾക്കും ഉണ്ടത്. അപ്പോൾ അങ്ങയുടെ ഒരു വിനോദത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്യണത് വല്ലാത്ത കഷ്ടമാണ് കേട്ടോ. എന്നിട്ടോ ബഹുതര ഭവഖേദാവഹ എന്ന് പറഞ്ഞതിന് ശേഷം എന്താ പറയണേ? ഇത് ഏവം, ഇത് കഷ്ടാണ് എന്ന് മയാ, ഞാൻ, എന്നാൽ, മയ മീൻസ് എന്നാൽ, അല്ലെങ്കിൽ ഞാൻ എന്താ വിചാരിച്ച, എന്നാൽ തന്നെയാണ്. ഞാൻ എന്താ വിചാരിച്ചറിയോ? പൂർവം ആലോചിതം, പണ്ടൊക്കെ ഞാൻ, ഇതിനു മുമ്പൊക്കെ ഞാൻ, പൂർവം ച മുമ്പ് ഞാൻ അങ്ങനെ ആലോചിതം, അങ്ങനെ ഞാൻ വിചാരിച്ചായിരുന്നു. എന്താ? ഹേ അജിത, അങ്ങയുടെ ഈ സൃഷ്ടി വിനോദം ഉണ്ടല്ലോ, അത് വളരെ കഷ്ടമാണ്. കാരണം ഈ അനന്തകോടി ജീവികൾക്കൊക്കെ എത്ര ദുഃഖം അനുഭവിക്കേണ്ടി വരണത്, അത് വല്ലാത്ത കഷ്ടമാണെന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. അതാണ് പൂർവം ആലോചിതം, പണ്ട് ആലോചിച്ചിരുന്നു. അദ്യ എന്നാ ഇപ്പോഴോ? എന്താ കാരണം അറിയോ? ഇപ്പോൾ ഏവം നഹ അഭിജാന, ഞാനിപ്പോൾ ഈ സൃഷ്ടികർമ്മ അത്ര കഠിനമായിട്ടുള്ളൊരു പ്രവൃത്തിയാണെന്ന് ഞാൻ വിചാരിക്കണില്ല.
ഇപ്പോൾ എന്താ കാരണം എന്ന് പറയുന്നുണ്ട്. ഇപ്പം ഞാൻ വിചാരിക്കില്ല, വിചാരിച്ചായിരുന്നു. ഇപ്പം വിചാരിക്കാത്ത എന്താ? അഭിജാനെ ഞാൻ ഇപ്പം അങ്ങനെ മനസ്സിലാക്കണില്ല. അഭിജാനെ പറഞ്ഞു വെച്ചാൽ ഇപ്രകാരം ഞാൻ ആ സൃഷ്ടികർമ്മ അത്ര കഠിനാണെന്ന് ഇപ്പം ഞാൻ മനസ്സിലാക്കണില്ല, അല്ലെങ്കിൽ വിചാരിക്കണില്ല എന്നാണ് ശരിക്കർത്ഥം. ഓക്കെ. എന്നാൽ നോ ചേൽ, അതായത് അതങ്ങ് ചെയ്തില്ലായിരുന്നു എങ്കിൽ, അതായത് അങ്ങ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചേർന്നില്ല എങ്കിൽ എന്നാണ് നോ ചേൽ എന്ന് പറയുന്നത്. ജീവാഹ, പിന്നെ ഈ ജീവികൾക്കൊക്കെ ഛിദ്രരസാർദ്രം, ഈ ചിദാനന്ദാമൃത രസം കൊണ്ട് ഇങ്ങനെ വെറ്റായിരുന്നു, ആർദ്രായിരുന്നു. ഛിദ്രസാർദ്രം, അതായത് അത്ര ബ്രഹ്മാനന്ദരസം കൊണ്ട് ആക്ച്വലി ആർദ്രമായതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെറ്റ് വിത്ത് ദാറ്റ്, പിന്നെ ആ ബ്രഹ്മാനന്ദരസം കൊണ്ട്, ആ അമൃതം കൊണ്ട് അത്ര വ്യാപിച്ച് എല്ലാ ദിക്കിലും ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടുള്ള ആ അമൃതരസം ഉണ്ടല്ലോ ജീവികൾക്ക്. മധുരതരം, അതും അതിമധുരവും മനോഹരവും ഒക്കെയാണത്. ഇതം തേ വപു, അങ്ങയുടെ ഈ മധുരതരം, അതായത് മനോഹരം എന്നാണ് പറയണം, ഇത് ശരീരത്തിന് വേണ്ടിയിട്ടുള്ളൊരു അഡ്ജക്റ്റീവാണ്, വിശേഷണമാണ്. അപ്പോൾ മധുരതരം ഇതം വപു പറഞ്ഞു വെച്ചാൽ അങ്ങയുടെ ഈ അതിമനോഹരമായിട്ടുള്ള മധുരം ഒഴുകണത്, തേനൊഴുകണ ഈ അങ്ങയുടെ ശരീരത്തിനെ, ഈ ദിവ്യമായിട്ടുള്ള ശരീരത്തിനെ, ഇതം തേ വപുഹു, വപു പറഞ്ഞാൽ ശരീരമാണ്, ഇത്ര മനോഹരമായിട്ടുള്ള അങ്ങയുടെ ഈ ശരീരത്തിനെ നേത്രൈഹി ശ്രോത്രൈഹി ചാപീത്വ, അതായത് ഈ ശരീരത്തിനെ കണ്ണുകളെ കൊണ്ടും പിന്നെ ഭഗവാന്റെ കഥകളെ ചെവികളെ കൊണ്ടും, പീത്വാച്ച എന്താ പറയുക, പാനം ചെയ്തിട്ട്, അതായത് കുടിച്ചിട്ട്, സുധാംഭോധിപൂരെ, പരമാനന്ദമാകുന്ന കടലിൽ, അംഭോധി എന്ന് പറഞ്ഞാൽ കടലാണ്. അപ്പോൾ സുധ പറഞ്ഞാൽ അമൃതം. അപ്പോൾ പരമാനന്ദരസമാകുന്ന അമൃത ഒരു സമുദ്രം പോലെ, അത്ര ആനന്ദമുണ്ട്, ആനന്ദ സമുദ്രമാണ്. ആനന്ദാമൃത സമുദ്രം എന്നൊക്കെ പറയണം, അതായത് പിന്നെ സുധ എന്നും പറഞ്ഞില്ലേ. അപ്പം ആനന്ദാമൃത സമുദ്രമാണ്. കഥം വാരമേരൻ, ഈ ഭഗവാനെ കണ്ടിട്ടുള്ള ആനന്ദരസാംബുധത്തിൽ കിടക്കണ ആ സന്തോഷമില്ലേ, അത് കഥം വാരമേരൻ ഒരിക്കലും എങ്ങനെ കിട്ടുക? ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിട്ടില്ലെങ്കിൽ അത് കിട്ടില്ല. കാരണം ജീവികൾക്ക് ഭഗവാനെ കണ്ടിട്ടും ഭഗവാന്റെ കഥകൾ കേട്ടിട്ടും ആ കിട്ടുന്ന ഒരു ബ്രഹ്മാനന്ദ രസം ഉണ്ടല്ലോ, പരമാനന്ദ രസം, അത് അങ്ങ് പ്രപഞ്ച സൃഷ്ടി ചെയ്തിട്ടില്ലായിരുന്നു എങ്കിൽ ഒരിക്കലും കിട്ടുമായിരുന്നില്ല. അതായത് ആദ്യം എന്താ മേപ്പത്തൂർ പറഞ്ഞു വെച്ചാൽ, ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഭഗവാൻ ഒരു സാഡിസ്റ്റിനെ പോലെ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിട്ട് ഇങ്ങനെ ബാക്കിയുള്ളവർ ഇങ്ങനെ ദുഃഖം അനുഭവിക്കുക, സുഖം അനുഭവിക്കുക, എന്തൊരു കഷ്ടം അത് ഭഗവാന്റെ ഈ ഒരു കളി അല്ലെങ്കിൽ ഈ ഒരു വിനോദം എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ ഞാൻ അപ്പം അങ്ങനെ വിചാരിക്കില്ല. ഭഗവാന്റെ ഈ ദിവ്യരൂപം ഞാൻ കണ്ടില്ലേ, ഗുരുവായൂരുള്ള ആ പരമാത്മ ചൈതന്യം തന്നെ ശരീരം എടുത്ത് അവിടെ നിൽക്കണ ആ ദിവ്യരൂപം കണ്ടതിന് ശേഷം എനിക്കുള്ള ഒരു ആനന്ദത്തിന് കണക്കില്ല. അപ്പം എന്നെപ്പോലുള്ള എല്ലാ ഭക്തന്മാർക്കും അത് കാണുമ്പോൾ അത്ര ആനന്ദമുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നുണ്ട്, എൻ്റെ ഒരു ബുദ്ധിശൂന്യതയാണ് ഞാൻ അങ്ങനെ വിചാരിച്ചത്. ഭഗവാൻ പ്രപഞ്ച സൃഷ്ടി ചെയ്തത് കഷ്ടമായി, ദുഃഖിപ്പിക്കാനാണ് എല്ലാവരെയും, ഒരു സാഡിസ്റ്റിനെ പോലെ എന്നൊക്കെ ഞാൻ വിചാരിച്ചത് വളരെ ബുദ്ധിശൂന്യമായി. അതെനിക്ക് ബോധ്യമായത് എപ്പോഴാണ്? ഞാൻ ഭഗവാനെ കണ്ടിട്ടുള്ള ആ ആനന്ദാമൃതരസത്തിൽ ആറാടി ഞാനങ്ങനെ അതിലിങ്ങനെ മുഴുകിയിട്ടിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനും എന്നെപ്പോലുള്ള പല പല ഭക്തന്മാരും ആ ആനന്ദം ഇങ്ങനെ അനുഭവിക്കുമ്പോഴാണ് തോന്നിയത്, ഈശ്വര ഈ പ്രപഞ്ചം സൃഷ്ടിച്ചില്ലായിരുന്നു എങ്കിൽ ഈ പരമാത്മ ചൈതന്യം തന്നെ രൂപം കൊണ്ട് വന്നു നിൽക്കണ ഈ ഗുരുവായൂരപ്പൻ്റെ ഭംഗി കണ്ണുകൊണ്ട് ആസ്വദിക്കാനും ഭഗവത് കഥകൾ, അത്ര രസമുള്ള ഭഗവത് കഥകൾ എൻ്റെ കാതുകൊണ്ട് കേട്ടിട്ട് അത് കുടിക്കുക എന്നാണ് പറയണത്, അത്ര ആസ്വദിക്കാനും ആർക്കും പറ്റില്ലായിരുന്നു. അപ്പോൾ ഭഗവാൻ ചെയ്തത് ശരിക്കും പറയാച്ചൊരു ഉപകാരമാണ് എന്നാണ് ആദ്യം അങ്ങനെ വിചാരിച്ചു വെച്ചാലും
ഇപ്പം തോന്നുന്നുണ്ട് ഭഗവാൻ ഒരു വലിയ ഉപകാരമാണ് ഭക്തന്മാർക്ക് ചെയ്തത് എന്ന്. ഇനി നമുക്ക് കുറച്ച് അതും കൂടി ഒന്ന് വിസ്തരിച്ച് പറയാം. എന്താ അറിയോ, അജിത എന്നുള്ള ആ സംബോധന ഉണ്ടല്ലോ, അതിൽ ശരിക്കും പറയാച്ചാൽ അപ്പോൾ ആരാലും ജയിക്കപ്പെടാത്ത ആളാ, നോബഡി ക്യാൻ വിൻ ഓവർ എന്നാണെന്ന് പറഞ്ഞുല്ലോ. അപ്പം ഇവിടെ മായയാൽ പോലും ജയിക്കപ്പെടാത്ത ആളെന്നും കൂടി നമ്മൾക്ക് എടുക്കണം. എന്താ അറിയോ, മായ അതെന്താ വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിലൊക്കെ പറഞ്ഞില്ലേ, പരമാത്മ ചൈതന്യം തന്നെ ഈ മായയിലത്തെ സത്വഗുണത്തിനെ മാത്രം ഒരു ലേശം എടുത്തിട്ട് ആ ശുദ്ധ സത്വമായിട്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞുല്ലോ. അപ്പോൾ മായ തൊടുന്നില്ല, നമുക്കാണ് അഹങ്കാരവും ഞാൻ എൻ്റെ നോക്കെ. ഭഗവാൻ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് മായ കാരണം ഉണ്ടാവണ ഒരു ദുഃഖവും ഭഗവാനില്ല. പിന്നെ ഈ ജനനം മരണം ഒന്നുമില്ല എന്ന് പറഞ്ഞുല്ലോ നമ്മൾ കഴിഞ്ഞതിൽ. അപ്പോൾ നമ്മളെപ്പോലുള്ളവർക്ക് ഈ മായയുടെ അധീനത്തിലായതുകൊണ്ട് എന്തുണ്ട്, മായയുടെ ഉള്ളിൽ തന്നെ കിടക്കണവരെ പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യമില്ല. നമ്മളെപ്പോലെ തന്നെ മായ അനുഭവിക്കണവരോട് എന്താ പ്രാർത്ഥിച്ചിട്ട് കാര്യം? ജനിക്കുക, കുറച്ച് കഴിഞ്ഞാൽ വലുതാവുക, വയസ്സാവുക, ദണ്ണം വരിക, മരിക്കുക. നമ്മളെപ്പോലുള്ള അങ്ങനെ ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ പ്രാർത്ഥിച്ചിട്ടും അവരുടെ അവരെ ആശ്രയിച്ചിട്ടും ഒരു കാര്യമില്ല. മായയ്ക്ക് ബിയോണ്ടായിട്ട്, മായയ്ക്ക് അതീതമായിട്ട് ആരുണ്ടോ ആ ആളെ ആശ്രയിച്ചാലേ നമുക്ക് മായന്ന് പുറത്ത് കിടക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളെക്കാളും കുറച്ചും കൂടി അറിവൊക്കെ ഉണ്ടാവുമായിരിക്കും, പക്ഷേ അവരുടെ കൂടെ കിടന്നിരുന്നാൽ അവരും മായയിൽ കിടക്കുക തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക വെച്ചാൽ, ഹേ അജിത, മായയ്ക്ക് അതീതനായിട്ടുള്ള വൺ ഹു ഇസ് ബിയോണ്ട് മായയാണത്. മായയ്ക്ക് പോലും ജയിക്കാൻ പറ്റാത്ത ഹേ അജിത എന്നും കൂടി ഉണ്ടായതിനർത്ഥം. അതുകൊണ്ട് ഞങ്ങൾ വേറെ ആരെയും ഉപാസിക്കണില്ല, ഞങ്ങൾ വേറെ ആരടുത്തും ഭജിക്കാൻ പോകണില്ല. മായയ്ക്ക് അതീതനായിട്ട് ഒരാളേ ഉള്ളൂ, ആ ആളടുത്ത് തന്നെയാണ് ഞങ്ങളെന്നുള്ളൊരു അർത്ഥം കൂടി അതിലുണ്ട്. അതായത് ഇപ്പോൾ രാവണനോ ഹിരണ്യകശിപുവോ കംസനോ ഒക്കെ ഭയങ്കര പരാക്രമശാലികളാണ്, നല്ല ശക്തിയുണ്ട് ഇല്ലേ. അനവധി ആളുകളെ ഉപദ്രവിക്കാനും പിടിക്കാനും കൊല്ലാനും രാജ്യങ്ങളൊക്കെ വെട്ടിപ്പിടിക്കാനും ഒക്കെ ഉള്ള കഴിവുണ്ട്. പക്ഷേ ഭഗവാനോട് ഏറ്റുമുട്ടിയപ്പോൾ എന്താ ഉണ്ടായേ? ജയിക്കാൻ പറ്റിയില്ല, ഭഗവാനെ ജയിക്കാൻ പറ്റിയില്ലല്ലോ. എന്തിനു പറയണു, സീതയെ വിവാഹം കഴിക്കാൻ വേണ്ടി രാവണൻ വന്ന് നോക്കിയപ്പോൾ എന്താ, ആ വില്ലൊന്നും എടുക്കാനും കൂടി പറ്റിയില്ല. ശ്രീരാമനെ കൊല്ലണത് പോട്ടെ, ശ്രീരാമനാണെങ്കിൽ ഒരു ഉണങ്ങിയ പുല്ല് കയ്യിലെടുക്കാൻ നമുക്ക് എത്ര ബുദ്ധിമുട്ടുണ്ട്. അത്ര പോലും എഫർട്ട്ലെസ് ആയിട്ട് അനായാസമായിട്ട് ആ വില്ലെടുത്ത് കൊലച്ച് സീതയെ കല്യാണം കഴിച്ചു അല്ലേ, വിവാഹം കഴിച്ചു. അപ്പോൾ രാവണനെ പോലെയോ ഹിരണ്യകശിപുവിനെ പോലെയോ നമ്മൾ വളരെ ശക്തിമാന്മാരാണെന്ന് വിചാരിക്കണ ആൾക്കാരാലും പോലും ജയിക്കപ്പെടാത്ത ആളാണ് ആര്? ഭഗവാൻ. അപ്പോൾ അങ്ങനത്തെ അജിത, അങ്ങ് ഈ സൃഷ്ടികർമ്മമൊക്കെ ചെയ്തത് വല്ലാത്ത കഷ്ടമായി. എന്താച്ചാൽ സൃഷ്ടിക്കണതൊക്കെ തിരക്കിടില്ല, പക്ഷേ ഈ സൃഷ്ടിച്ച് കഴിഞ്ഞാൽ നമ്മളെ എല്ലാവരും നമ്മുടെയൊക്കെ കർമ്മങ്ങൾ സുഹൃതവും ദുഷ്കൃതവും ഒക്കെ ഭഗവാനിൽ ലയിച്ചു പറഞ്ഞുവല്ലോ. അതിപ്പോൾ ഏതുപോലെ അറിയോ, ഉപ്പ് ഒരു വെള്ളം എടുത്തിട്ട് അതിൽ നമ്മളങ്ങോട്ട് നല്ലോണം ഡിസോൾവ് ചെയ്ത് വെച്ചോളൂ. അത് കുറേ ഉപ്പിട്ട് വെച്ചാൽ എന്താ ഉണ്ടാവുക, കുറച്ച് കഴിഞ്ഞാൽ അത് ക്രിസ്റ്റലൈസ് ചെയ്തിട്ട് ഉപ്പ് അത് തന്നെ എടുക്കാം അല്ലേ. അപ്പം നമ്മളങ്ങനെയാണല്ലോ ഈ സമുദ്രം വറ്റിച്ചിട്ട് ഉപ്പ് എടുക്കണത്. അതിൽ ലയിച്ച് കിടക്കണ ഉപ്പിനെ വറ്റിച്ചിട്ട് ആ വെള്ളം കളഞ്ഞെടുക്കല്ലേ. അപ്പോൾ അതുപോലെയാണ് നമ്മളുടെ കർമ്മങ്ങളൊക്കെ, മായയും കാലവും ഒക്കെ അങ്ങനെ തന്നെയാണ്. അതിൽ ലയിച്ച് കിടക്കുക, നശിച്ചിട്ടില്ല. നമ്മുടെയൊക്കെ സുഹൃതവും ദുഷ്കൃതവും, അതായത് എല്ലാ ജീവികളുടെയും ഇനി ഭഗവാനിൽ മോക്ഷം കിട്ടാത്ത എല്ലാ ജീവികളുടെയും നല്ല കർമ്മങ്ങളും ചീത്ത കർമ്മങ്ങളും സുഹൃതവും ദുഷ്കൃതവും ഒക്കെ ഈ പ്രളയത്തിൻ്റെ സമയത്ത് ഭഗവാനിൽ ലയിച്ച് കിടക്കുകയാണേ. അപ്പോൾ മായ ഉണർത്തി വിട്ട് പ്രപഞ്ചം സൃഷ്ടിക്കാൻ തുടങ്ങുമ്പോൾ എന്താ ചെയ്യുക, ആ സുഹൃതം ദുഷ്കൃതങ്ങളുടെ ചെയ്ത ആൾക്കാരൊക്കെ ഓരോ ദിക്കിൽ ജനിക്കും, എന്നിട്ട് സുഖവും ദുഃഖവും അനുഭവിച്ചും കൊണ്ടിരിക്കും. അപ്പോൾ എന്താ മേപ്പത്തൂർ ആദ്യം വിചാരിച്ചാൽ ഇങ്ങനെ സൃഷ്ടികർമ്മം ചെയ്യണത് ഒരു വിനോദമായിട്ട് എടുക്കുകയൊക്കെ ചെയ്യാം, പക്ഷേ എത്ര ഞങ്ങളൊക്കെ അതിൽ നിന്ന് ക്രിസ്റ്റലൈസ് ചെയ്ത് വരും. മോക്ഷം കിട്ടാത്തവർ മുഴുവൻ അവരുടെ കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ എത്ര ജീവികൾക്കാണ് ഈ ദുഃഖം അനുഭവിക്കേണ്ടി വരണത്. അങ്ങനെ ഒരു 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 ഒരു
വിനോദം പാടുമോ? അത് കഷ്ടല്ലേ? ബാക്കി ഞങ്ങളെപ്പോലുള്ളവരുടെയൊക്കെ ദുഃഖം സഹിക്കണത് കണ്ടിട്ട് ഇങ്ങനെ ഒരു കളി, അതൊരു എത്ര നല്ലതല്ലാത്ത കാര്യമല്ലേ? അപ്പോൾ എനിക്ക് ചിലപ്പോൾ തോന്നും, അതൊക്കെ വ്യാഖ്യാതാക്കൾ പറയണം കേട്ടോ. എന്തായാലും ഭഗവാൻ ഭഗവാൻ മായയ്ക്ക് മീതെയാണല്ലോ. അപ്പം ഭഗവാൻ ഈ മായയുടെ ഇഫക്റ്റും മായ കൊണ്ടുണ്ടാവണ ദുഃഖങ്ങളൊന്നും അനുഭവിക്കാത്തതുകൊണ്ടാണോ ഇങ്ങനെ ചെയ്യണത്? അവനും അനുഭവിച്ചാൽ മനസ്സിലാവുമല്ലോ എത്ര ദുഃഖം ഉണ്ടെന്ന്. ഭഗവാൻ മായയ്ക്ക് അതീതമായതുകൊണ്ടേ ഇതൊന്നും ഒരിക്കലും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അപ്പം നമ്മുടെ ദുഃഖം മനസ്സിലാവാങ്ങിയിട്ടാണോ ഈ പ്രപഞ്ച സൃഷ്ടി പിന്നെയും നടത്തണ ഓരോ പ്രാവശ്യം കഴിഞ്ഞാലും എന്ന് വരെ വിചാരിച്ചു എന്നൊക്കെയാണ്. അതായത് കഷ്ടമാണ് ഭഗവാൻ ഈ ചെയ്യണത് എന്നാണേ. ഇപ്പോൾ ഈവൻ ഇപ്പോൾ അവതാരങ്ങളാണെങ്കിൽ പോലും ഭഗവാൻ മായയ്ക്ക് മീതെയായിട്ട് നിൽക്കുള്ളൂ. ഇപ്പോൾ ശ്രീരാമനാണെങ്കിലും ശ്രീകൃഷ്ണനാണെങ്കിലും ഭഗവാനെ അത് അഫക്റ്റ് ചെയ്യണില്ല. എന്താ കാരണം വെച്ചാൽ മായ എന്ന് വിട്ടിട്ടാണ് ഭഗവാൻ അവതാരങ്ങൾ എടുക്കണതേ. സകളാണ്, അത് ശരിയാണ്. പക്ഷേ മായെന്ന് വിട്ടിട്ടാണ് അവതാരങ്ങൾ എടുക്കണത്. എല്ലാ 16 കലകളും ഇല്ല, പൂർണ്ണാവതാരം അല്ല, എന്നാലും മായയായിട്ട് ബന്ധമില്ല. അതുകൊണ്ടാണ് ശ്രീരാമനൊക്കെ ദുഃഖം നടിക്കേണ്ടി വന്നു, ആക്ട് ചെയ്യാണ് ചെയ്തത്. ശരിക്കും ശ്രീരാമന് ദുഃഖമൊന്നുമില്ല, കാരണം അവനവൻ പിന്നെ ഈ മായയായിട്ട് ബന്ധനമൊന്നുമില്ല ശ്രീരാമനെ. പക്ഷേ മനുഷ്യനായി അവതരിച്ചുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ കാണിക്കണ പോലെ കാണിച്ചു എന്നേ ഉള്ളൂ. ഈവൻ കൃഷ്ണനും കുറേ കഥകളിലൊക്കെ അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെന്താണ്, വെണ്ണ കാട്ടിട്ട് കരയാൻ ഭാവിക്കുക, നല്ലൊരു ശ്ലോകം എന്താണ് പിന്നെ ഭാഗവതത്തിലൊക്കെ അതിനെ പറ്റിയിട്ട്, അതായത് കുന്തി സ്തുതിയിലുള്ളതാണ്. ഭഗവാൻ ഇങ്ങനെ കരയണ അമ്മയെ പേടിച്ചിട്ടേ, അതായത് ഒരലിമ്പിൽ കെട്ടിയിട്ട് എവിടെയാ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുമ്പോൾ കണ്ണിന്ന് വെള്ളമൊക്കെ വന്നിങ്ങനെ പേടി നാട്ടിൽ നിൽക്കുകയാണ് കുന്തിയുടെ സ്തുതിയുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് ശരിക്കും തന്നെ എൻ്റെ മനസ്സ് മറിയണ്ട. കാരണം അതായത് പേടിക്ക് പോലും പേടിയില്ല ഈ ഭഗവാൻ വെറുതെ ഈ യശോദയെ പേടിച്ചിട്ടുള്ള ആ ഒരു നാട്യം കാണുമ്പോൾ എന്ന് പറയാം. അതുപോലെ പല നാട്യങ്ങളും ആക്ട് ചെയ്യാണ്, അവരെ ഒന്നും അഫക്റ്റ് ചെയ്യണില്ല. അവനവൻ്റെ അവതാരത്തിൻ്റെ ഉദ്ദേശം കഴിഞ്ഞപ്പോൾ അവർ സ്വധാമത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. അപ്പോൾ ഭഗവാൻ നമ്മളെപ്പോലെയല്ല. അപ്പം അതുകൊണ്ടാണോ ഭഗവാന് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല ഈ സുഖവും ദുഃഖവും ഒന്നും മായയുടെ വലയത്തിൽ പെട്ടിട്ട്? അതുകൊണ്ടാണോ ഇങ്ങനെ പിന്നെയും പ്രപഞ്ചം സൃഷ്ടിച്ചിട്ട് നമ്മളെ ദുഃഖമൊന്നും കാണാത്ത എന്ന് ഒരു കാലത്ത് വിശ്വസിച്ചിരുന്നു. പക്ഷേ എന്നാലോ എൻ്റെ സുഹൃതം പരിഭാഗം വന്നപ്പോൾ, അതായത് എനിക്ക് എൻ്റെ സുഹൃതം, എൻ്റെ പുണ്യങ്ങൾ മെച്ചുവേർഡായപ്പോൾ, ആ പരിഭാഗം വന്നപ്പോൾ എനിക്ക് ഈ ഗുരുവായൂരെത്തിയിട്ട് പരമാത്മചൈതന്യം തന്നെ സ്വരൂപമെടുത്ത ആ ഭഗവാനെ കാണാനുള്ള ഭാഗ്യമുണ്ടായി. അപ്പോഴാണ് എനിക്ക് ആ ഭഗവത് ദർശനം കിട്ടിയില്ലേ. എന്നിട്ട് ആ പരമാനന്ദാമൃതം ഞാൻ ആസ്വദിച്ചു. അത് കണ്ടപ്പോൾ, ഭഗവാന്റെ രൂപം കണ്ടപ്പോൾ അപ്പോഴാണ് എനിക്ക് തോന്നിയത്, അയ്യോ എൻ്റെ ബുദ്ധിമോശമാണ്, ഞാൻ അങ്ങനെ ഭഗവാൻ ഒരു അതികഠിനമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് ഈ സൃഷ്ടികർമ്മം കൊണ്ട് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചില്ലേ. അതൊരു വല്ലാത്ത വിഡ്ഢിത്താന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. പിന്നെയാണ് പറഞ്ഞത് നോ ചെയ്ൽ. അങ്ങനെ ഭഗവാൻ സൃഷ്ടിച്ചില്ലായിരുന്നു എങ്കിൽ ഈ അകത്തും പുറത്തും ഈ അമൃതരസം ഒരുപോലെ വ്യാപിച്ചിട്ടുള്ള ഈ ഭഗവാന്റെ ഈ സ്വരൂപം ഉണ്ടല്ലോ, ഭഗവാന്റെ ഈ മംഗളായിട്ടുള്ള സർവകല്യാണമംഗളായിട്ടുള്ള ആ വിഗ്രഹം ഉണ്ടല്ലോ, അത് എങ്ങനെയാ കണ്ണോണ്ട് അതിൻ്റെ ആ രസത്തിനെ കുടിക്കുക, ആ സന്തോഷം കുടിക്കുകയാണ് കണ്ണോണ്ട്, കാണുമ്പോഴത്തെ ഒരു സന്തോഷം. അപ്പം ആ അമൃതരസം എങ്ങനെയാണ് ഞാൻ എൻ്റെ കണ്ണോണ്ടും ചെവിയോണ്ടും കുടിക്കുക. ചെവിയോണ്ട് എങ്ങനെയാണ് കുടിക്കണേ? ഭഗവാന്റെ കഥകൾ കേൾക്കുക, ഭഗവൻ നാമങ്ങൾ കേൾക്കുക, അവനവൻ തന്നെ ഭഗവൻ നാമങ്ങൾ ചെല്ലുക. ഇതൊക്കെ ആകുമ്പോഴാണ് നാവിനും ചെവിക്കും ഒക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു സുഖം കിട്ടുന്നത്. അപ്പോൾ ഭഗവാൻ ഈ സൃഷ്ടി ചെയ്തില്ലായിരുന്നു എങ്കിൽ ഈ എത്ര കണ്ടാലും തൃപ്തി വരാത്ത ഈ ഭഗവാന്റെ വിഗ്രഹവും എത്ര കേട്ടാലും മതി വരാത്ത ഭഗവാന്റെ കഥകളും ആസ്വദിക്കാൻ ഒരിക്കലും പറ്റിയിട്ടുണ്ടാവില്ല, അല്ലേ? അത്ര ഒരു എന്താണ്, ഒരിക്കലും അതിന് വാക്കുകൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ പോലും പറ്റാത്ത അത്ര പിന്നെയും ആൾക്കാരെ ഒരിക്കൽ തൊഴുതാലും പിന്നെയും ഭയങ്കര സ്നേഹത്തോടു കൂടി പിന്നെയും ഗുരുവായൂരപ്പനെ കാണാൻ വരുന്നു, അല്ലേ?
അങ്ങനെ പിന്നെയും 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 അദ്ദേഹത്തിൻ്റെ കഥകൾ കേൾക്കാനും. അപ്പം ഇങ്ങനത്തെ ഈ പരമാനന്ദ കടലിൽ മുങ്ങിപ്പൊങ്ങി കളിക്കാൻ ഈ ജീവികൾക്കൊന്നും സാധിച്ചിട്ടുണ്ടാവില്ല, അങ്ങ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിട്ടില്ലെങ്കിൽ. അതെനിക്ക് ഇപ്പോഴേ മനസ്സിലായുള്ളൂ, എനിക്ക് ദർശനം ഉണ്ടായപ്പോൾ. അതായത് ഭക്തന്മാർക്ക് ഇത്രയധികം ആനന്ദം തരണതൊന്നുമില്ല. അപ്പം ഭഗവാന്റെ ഈ സൃഷ്ടികർമ്മം അജ്ഞാനികൾക്ക് അല്ലെങ്കിൽ പിന്നെ ഭക്തി ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ ദുഃഖത്തിന് കൊടുക്കുന്നുണ്ടാവും. പക്ഷെ ഭക്തന്മാർക്കൊക്കെ പരമാനന്ദത്താണ് തരണം. അതുകൊണ്ട് എനിക്കത് ഞാൻ വിചാരിച്ചത് വളരെ തെറ്റായി. ഭഗവാൻ ഇവിടെ ഈ സൃഷ്ടി ചെയ്തതിന് ശരിക്കും പറയാച്ചാൽ തെറ്റല്ല എന്ന് മാത്രമല്ല, വലിയൊരു ഉപകാരമാണ് നമുക്കൊക്കെ വേണ്ടി ഭഗവാൻ ചെയ്തത്. അതുകൊണ്ട് എല്ലാവരും വളരെ ഭക്തിയോട് ഗുരുവായൂരപ്പനെ ഉപാസിക്കണേ എന്നും കൂടിയും ഒരു ഇൻഡയറക്റ്റായിട്ട് മേപ്പത്തൂർ പറയുന്നുണ്ട്. അത്ര ഒരു പറഞ്ഞല്ലോ, മറ്റേ ഏവം ദുർലഭ്യ വസ്തുന്യപി എന്ന് പറഞ്ഞല്ലോ. ആ ബ്രഹ്മം കയ്യിൽ കിട്ടി, അല്ലെങ്കിൽ ഈ മനുഷ്യജന്മം കയ്യിൽ കിട്ടി, അല്ലെങ്കിൽ നമുക്ക് ഭക്തിയോഗത്തിൽ പോകണമെന്ന് തോന്നി, അല്ലെങ്കിൽ ഭാഗവതത്തിൻ്റെ രത്നച്ചുരുക്കായിട്ടുള്ള ഈ നാരായണീയം നമുക്കിപ്പോൾ വായിക്കണമെന്ന് തോന്നി. അതൊക്കെ ദുർലഭമായിട്ടുള്ളൊരു അനുഗ്രഹമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇനിയും ഗുരുവായൂരപ്പനെ ഉപാസിക്കുന്നും കൂടി ഒരു ഇൻഡയറക്റ്റായിട്ട് പറയണ്ട. അപ്പം ഇങ്ങനെയാണ് അതായത് ഭഗവാന്റെ വിനോദത്തിന് സൃഷ്ടിച്ചിട്ട് നമ്മളെ ദുഃഖം കണ്ട് രസിക്കാനൊന്നുമല്ല. പ്രപഞ്ചം സൃഷ്ടിച്ചിട്ട് ഭഗവാന്റെ ആ അമൃത രസം ഉണ്ടല്ലോ, കാണാനും കുടിക്കാനും കേൾക്കാനും ഒക്കെ ഉള്ള ഭഗവത് പിന്നെ എൻ്റെ അതിമനോഹരമായിട്ടുള്ള രൂപം കണ്ടും അതിമനോഹരമായിട്ടുള്ള കഥകൾ കേട്ടിട്ടും ഭഗവാനിൽ ലയിച്ചിട്ട് പിന്നെ ഭഗവത് ഭക്തി കൊണ്ട് സത്വഗുണം മാത്രമായി തീർന്ന് അതും കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ സത്വഗുണവും വെടിഞ്ഞിട്ട് സത്വഗുണത്തിനും അതീതമായിട്ട് പോയിട്ട് നമുക്ക് പരമാത്മ സാക്ഷാത്കാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ സൃഷ്ടി ചെയ്തത്. അപ്പോൾ ഭക്തന്മാർക്ക് അങ്ങ് ചെയ്ത വലിയൊരു ഉപകാരമാണിത്. ഇത്ര വലിയൊരു ഉപകാരം ഞാനതാ തെറ്റിദ്ധരിച്ചതാണ് എന്നാണ് ഇതിൽ പറയണത്. അപ്പം ഇനി ഞാൻ പിന്നെ ഈ ശ്ലോകം 7ാമത്തെ ശ്ലോകം ഒന്നും കൂടി ചൊല്ലിയിട്ട് അവസാനിപ്പിക്കാം. കഷ്ടാദേ സൃഷ്ടിചേഷ്ടാ ബഹുതര ഭവഖേദാവഹ ജീവഭാജാമിത്യേവം പൂർവമാലോചിതമജിതമയാ നൈവമദ്യാഭിജാനേ നോചേൽജീവാഃ കഥം വാ മധുരതരമിദം ത്വദ്വപുശ്ചിദ്രസാർദ്രം നേത്രൈഃ ശ്രോത്രൈശ്ച പീത്വാ പരമരസ സുധാംഭോധിപൂരേ രമേരൻ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.